ഇന്നത്തെ വീഡിയോ സ്വിഗ്ഗിയിൽ ഒരു ദിവസം പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആണ്. ഇതിൽ 300 രൂപയുടെ പെട്രോളാണ് ഞാൻ ഇന്ന് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ എനിക്ക് കൊട്ടിയം ചിക്കിങ്ങിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. അതും പിക്ക് ചെയ്ത് ഞാൻ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. 5.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് വന്നിരിക്കുന്ന ഏണിങ്സ് 49 രൂപയാണ്. ഇത് ഔട്ട് ഓഫ് സോൺ ഏരിയ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് സോണിനകത്ത് പോകേണ്ടതുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ലൊക്കേഷൻ കണ്ടതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയിരിക്കുന്നത് KFC എന്നാണ്. അത് ഡ്രീം മാളിനകത്ത് 20 റുപ്പീസിന്റെ ഓർഡറാണ്. അങ്ങനെ അത് ഞാൻ പിക്കപ്പ് ചെയ്ത് ഡെലിവറി ചെയ്തതിന് ശേഷം നിന്നപ്പോൾ നെക്സ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. അതും ഡ്രീം മാളിലെ ബാസ്കിൻ റോബിൻസിൽ നിന്നാണ്. അതും 20 റുപ്പീസിന്റെ ഓർഡറാണ്. അങ്ങനെ അതും പിക്കപ്പ് ചെയ്തിട്ട് നേരെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോയി. വീഡിയോ എടുക്കുന്ന ഫോണിൽ ചാർജ് കുറവാണ്, അതുകൊണ്ട് എല്ലാ ഓർഡറിന്റെയും എടുത്തിട്ടില്ല. അടുത്തൊരു ഓർഡർ വന്നിരിക്കുന്ന മെഡിസിറ്റിയിൽ ഡെലിവറി ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതാണ് സ്വിഗ്ഗിയിൽ ടൈം പോകുന്നതിനുള്ള ഒന്നാമത്തെ കാരണം. ഇതും ട്രാഫിക്കാണ് മെയിൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ 2:54 ആയപ്പോൾ ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തു. ടോട്ടൽ ഞാനിന്ന് ഡെലിവറി ചെയ്തിരിക്കുന്നത് 25 ഓർഡേഴ്സാണ്. എനിക്ക് വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള എമൗണ്ട് 1295 ആണ്. 22 ഓർഡർ ഡെലിവറി ചെയ്തുകൊണ്ട് 405 രൂപ ഇന്നത്തെ ഇൻസെന്റീവ് ഉണ്ട്. അത് നാളെ രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ആയി കിട്ടും. കുറച്ച് നേരം കൂടി നിന്നാൽ അടുത്ത ഓർഡർ കൂടി കിട്ടിയാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി ഇത്രയിൽ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വന്നിരിക്കുന്ന രാവിലത്തെ എമൗണ്ട് 1700 ആണ്. ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.